വെൽക്കം ഓൾ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേപ്പർ 5 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഇന്ന് മുതൽ നമ്മൾ ഓരോരോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് അതിലെ കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കേസസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഡെത്ത് ഉണ്ടാവുന്നതുമായിട്ടുള്ള ഡിസീസസ് ആണ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Cardiovascular diseases comprise of a group of diseases of the heart and the vascular system. നമ്മുടെ ഹേർട്ടും വാസ്കുലർ സിസ്റ്റം, അതായത് ബ്ലഡ് വെസൽസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഡിസീസ് അല്ല, ഒരു കൂട്ടം ഡിസീസസിനെയാണ് നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. അതും ഹൃദയവും നമ്മുടെ ബ്ലഡ് വെസൽസ് ഇതെല്ലാം കൂടി ചേർന്ന് അതിൽ വരുന്ന അസുഖങ്ങളാണ്. അപ്പോ ഇതിലുള്ള മേജർ കണ്ടീഷൻസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, സെറിബ്രോവാസ്കുലർ ഡിസീസസ്, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിൽ ഉൾപ്പെടുന്നവയാണ്. ഈ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ആണ് നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈ BP സ്റ്റേജ് ആണ്. നമ്മുടെ സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറയുന്നത്. അതേപോലെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ജനിതകപരമായിട്ട് വരുന്നത്, അതാണ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നീട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യം പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പല ഡെവലപ്പിംഗ് കൺട്രീസിലും വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഈ ഒരു റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ അതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഏത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ വേൾഡ് വൈഡും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബലി ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കേസസ് വരുന്ന ഒരെണ്ണമാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമുള്ള ഡെത്ത് വരുന്നതും ഈ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസസിലാണ്. CVDs are the number one cause of death globally. More people die annually from CVD than any other cause. മറ്റേത് അസുഖം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ തന്നെ ബാക്കിയുള്ളവയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസസ് കാരണമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മരണം സംഭവിക്കുന്നത്. അതിൽ തന്നെ ഗ്ലോബൽ ഡെത്തിന്റെ ഏകദേശം 32% ഈ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസസ് കാരണമാണ് ഉണ്ടാവുന്നത്. അതിൽ തന്നെ ഈ ഒരു കാർഡിയോവാസ്കുലർ ഡിസീസസിൽ തന്നെ ഒരുപാട് ഡിസീസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും. ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കേസിൽ ഈ കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും കാരണമാണ് ഏറ്റവും കൂടുതൽ കേസസും അതുപോലെ തന്നെ ഡെത്തും സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇൻസിഡൻസ്, കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ ഇൻസിഡൻസ് നമുക്ക് അർബൻ ഏരിയാസിലാണ് കൂടുതലായിട്ട് കണ്ടുവരാൻ സാധിക്കുന്നത്. റൂറൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അർബൻ ഏരിയാസിലായിരിക്കും കൂടുതലും ഇതിന്റെ ഒരു ഇൻസിഡൻസ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് കാരണം ഉണ്ടാവുന്ന ഡെത്ത് കൂടുതലും ഈ ഒരു മിഡിൽ ഏജ്ഡ്, ഇയർലി ഏജിലാണെന്ന് കാണാൻ സാധിക്കും. നമുക്ക് അധികം പ്രായമാവാത്ത ആൾക്കാരിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് കാരണം ഡെത്ത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് ഡെവലപ്പിംഗ് കൺട്രീസിൽ. ഓക്കെ, ദെൻ ഈ ഒരു എപ്പിഡമിക് ആയിട്ട് ഇത് വരാനും അതുപോലെ തന്നെ കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നതും മിഡിൽ ആൻഡ് ലോ ഇൻകം കൺട്രീസിലാണ്.
ഹൈ ഇൻകം കൺട്രീസിനെ അപേക്ഷിച്ച് മിഡിൽ ഇൻകം അതുപോലെ തന്നെ ലോ ഇൻകം കൺട്രീസിലാണ് ഇതൊരു എപ്പിഡമിക് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നതും. അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഗ്ലോബലി ഉള്ളത് നോക്കുവാണെങ്കിൽ. ഏറ്റവും കൂടുതൽ കാർഡിയോവാസ്കുലർ ഡിസീസസ് കാരണമുള്ള ഡെത്ത് ആണ് NCD-യുടെ കാര്യത്തിൽ വേൾഡ് വൈഡ് നടക്കുന്നത്. അതിൽ തന്നെ ഗ്ലോബൽ ഡെത്തിന്റെ ഒരു 32% നടക്കുന്നുണ്ട്. ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ആണ്. റൂറൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അർബൻ ഏരിയാസിലാണ് ഇതിന്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെത്ത് കൂടുതലും ഒരു മിഡിൽ ഏജ്ഡ് ഏർലി ഏജിലായിരിക്കും കണ്ടുവരുന്നത്. ഹൈ ഇൻകം കൺട്രീസിനേക്കാളും മിഡിൽ ആൻഡ് ലോ ഇൻകം കൺട്രീസിലാണ് ഇതൊരു എപ്പിഡമിക് ആയിട്ട് എമർജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെത്തും വരുന്നത്. നമ്മൾ ഇപ്പോ നോക്കിയതെന്ന് പറയുന്നത് വേൾഡിലുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സഫേഴ്സ് ദ ഹയസ്റ്റ് ലോസ് ഇൻ പൊട്ടൻഷ്യലി പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് ലൈഫ് ഡ്യൂ ടു ഡെത്ത്സ് ഫ്രം CVD ഇൻ പീപ്പിൾ ഏജ്ഡ് 35 to 64 ഇയേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുന്നതാണല്ലോ. അവിടെയും ഏറ്റവും കൂടുതൽ ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് കാരണമുള്ള ഡെത്ത് സംഭവിക്കുന്നത് 35 മുതൽ 64 വരെ വയസ്സുള്ള ആൾക്കാരിലാണ്. അതായത് നമ്മുടെ രാജ്യത്ത് പൊട്ടൻഷ്യലി പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ആ ഒരു കാലയളവിലാണ് കൂടുതലായിട്ടും CVD കാരണമുള്ള പ്രോബ്ലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമുക്ക് എക്കണോമിക് ലോസും ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് ഇത് കാരണം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത്. അതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് കപ്പാസിറ്റി കുറയുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിസിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് പ്രിവലൻസ് ഓഫ് CVD ഈസ് റിപ്പോർട്ടഡ് ടു ബി 2 to 3 times higher in the urban population as compared to the rural population. ഇത് സെയിം നമ്മുടെ ഗ്ലോബലി നോക്കുന്നത് പോലെ തന്നെ അർബൻ പോപ്പുലേഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആസ് കമ്പയർഡ് ടു റൂറൽ പോപ്പുലേഷൻ. റൂറൽ പോപ്പുലേഷനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഏകദേശം 2 മുതൽ 3 ഇരട്ടിയോളം നമ്മൾക്ക് കൂടുതലായിട്ട് അർബൻ ഏരിയാസിൽ ഇതിന്റെ ഒരു പ്രിവലൻസ് കാണാൻ പറ്റും. ഇതാണ് പൊതുവായിട്ട് ഇന്ത്യയിലുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൂടുതലും യങ് ഏജിലുള്ള ആൾക്കാരിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അർബൻ ഏരിയാസിലാണ് ആസ് കമ്പയർഡ് ടു റൂറൽ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷനിലാണ് ഇതിന്റെ ഒരു പ്രിവലൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കാര്യത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. നമ്മൾ അന്നൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചത് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ അത് കൂടാതെ പലതരം റിസ്ക് ഫാക്ടേഴ്സും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമ്മുടെ കോസേറ്റീവ് ഏജന്റ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ഈ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലും ഈ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ന്യൂട്രീഷൻ, ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇൻക്രീസ്ഡ് ടൊബാക്കോ കൺസംഷൻ തുടങ്ങിയവ. ഇതെല്ലാം നമ്മുടെ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇവ. നമുക്ക് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൊബാക്കോ കൺസംഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഭാവിയിൽ കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് നയിക്കുന്ന ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓവർ വെയിറ്റ്, സെൻട്രൽ ഒബീസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഡിസ്ലിപ്പിഡീമിയ, ഡയബറ്റീസ്, ലോ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് വരുന്നത്.
അപ്പോൾ ഈ ഒരു ഓവർ വെയിറ്റ് കണ്ടീഷൻ പിന്നീട് ഒബീസിറ്റിയിലേക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും കാർഡിയോവാസ്കുലർ ഡിസീസിലേക്ക് പോകാൻ ചാൻസ് ഉള്ളതാണ്. ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ആണ്. അതും ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഡിസ്ലിപ്പിഡിമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവേറ്റഡ് കൊളസ്ട്രോൾ ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് കൊളസ്ട്രോൾ ലെവല് ക്രമാതീതമായി ഉയരുന്ന ആ ഒരു അവസ്ഥയാണ് ഡിസ്ലിപ്പിഡിമിയ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനും ഭാവിയിൽ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നെക്സ്റ്റ് വൺ ഡയബറ്റിസ്. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലോ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ടിനും ലങ്സിനും അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിനും നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഒരു ലോ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ ആവശ്യമാണ്. പക്ഷെ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹേർട്ടിനോ ലങ്സിനോ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനോ കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ലോ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അത് ഭാവിയിൽ കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ജനറലി പറയുന്ന സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ചേഞ്ചസ്, അതായത് ഗ്ലോബലൈസേഷൻ, അർബനൈസേഷൻ, പോപ്പുലേഷൻ ഏജിങ് തുടങ്ങിയ കണ്ടീഷൻസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കാം. അതിൽ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് നയിക്കുന്നത് നോക്കിക്കഴിഞ്ഞാലും ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് ആയിരിക്കാം കൂടുതൽ കഴിക്കുന്നത്. നമുക്ക് കൂടുതലും സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. അത് പിന്നീട് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അർബനൈസേഷനും. അർബനൈസേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തില് നമ്മുടെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്, ഫുഡ് പാറ്റേൺ ഒക്കെ ടോട്ടലി ചേഞ്ച്ഡ് ആവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മുടെ വർക്ക് കണ്ടീഷൻസ് കൂടുതലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും. ഇത്തരത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സും സോഷ്യലി ആണെങ്കിലും എക്കണോമിക് ആണെങ്കിലും കൾച്ചറൽ വരുന്ന ചേഞ്ചസ് ആണെങ്കിൽ അതുപോലും നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസസിനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. ഈ പോപ്പുലേഷൻ ഏജിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഏജിങ് ആവുന്ന സമയത്ത് കാർഡിയോവാസ്കുലർ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോവർട്ടി, സ്ട്രെസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. നമുക്ക് പോവർട്ടി ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് പിന്നീട് അസുഖങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നീട് സ്ട്രെസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ഈ പറയുന്നവയെല്ലാം തന്നെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസസിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് അല്ലാതെ ഇത്തരത്തിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഉള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് ആണെങ്കിലും ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആണെങ്കിലും സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആണെങ്കിലും പോവർട്ടി, സ്ട്രെസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ സിംറ്റംസ് ആണ് പറയുന്നത്. നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു 3 ഡിസീസസിന്റെ സിംറ്റംസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരെണ്ണമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്കിൽ വരുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഇൻ ദ സെന്റർ ഓഫ് ദ ചെസ്റ്റ്. നമ്മുടെ ചെസ്റ്റിന്റെ സെന്റർ പോർഷനിലായിട്ട് നമുക്കൊരു പെയിൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് വരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഇൻ ദ ആംസ്, ദ ലെഫ്റ്റ് ഷോൾഡർ, എൽബോസ്, ജോ ഓർ ബാക്ക്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഷോൾഡർ, എൽബോ, ജോ, ബാക്ക് സൈഡ്, ആം, ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു പെയിൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് വരുന്നത്. അതാണ് രണ്ടാമത്തെ സിംറ്റം ആയിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരിക.
നാലാമത്തേന്ന് പറയുന്നത് ഫീലിംഗ് സിക്ക് ഓർ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. പിന്നീട് ഫീലിംഗ് ലൈറ്റ് ഹെഡഡ് ഓർ ഫെയിന്റ്. നമുക്ക് ഫെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു വീഴുന്ന ഒരു അവസ്ഥ, ലൈറ്റ് ഹെഡഡ് ആയിട്ട് നമുക്ക് തലകറങ്ങിയൊക്കെ വീഴുന്ന ഒരു അവസ്ഥ. പിന്നീട് കോൾഡ് സ്വെറ്റ്, പിന്നീട് പെയിൻ, വിളർച്ച. ഈ പറയുന്നവയെല്ലാം തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഡിസീസസിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രോക്കിന്റെ ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നംനെസ് ഓഫ് ദ ഫേസ്, ആം ഓർ ലെഗ്, എസ്പെഷ്യലി ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി. ഈ നംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മരവിപ്പാണ്. നമ്മുടെ ഫേസ്, ആം, ലെഗ് ഈ ഏരിയാസിലൊക്കെ ഒരു തരം മരവിപ്പ് വരുന്ന അവസ്ഥയാണ്. എസ്പെഷ്യലി അതൊരു ഒരു സൈഡിൽ മാത്രമായിരിക്കും. നമ്മുടെ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡ്, ബോഡിയുടെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും കൂടുതലായിട്ടും ഇത്തരത്തിലൊരു നംനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തത് കൺഫ്യൂഷൻ, ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് സ്പീച്ച്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകും. നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും, മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. ആ ഒരു സ്റ്റേജ് ഒക്കെ ഈ ഒരു സ്ട്രോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സീയിങ് വിത്ത് വൺ ഓർ ബോത്ത് ഐസ്. നമുക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും. കുറച്ചും കൂടെ കഴിഞ്ഞ സ്റ്റേജിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും. പിന്നീട് ഡിഫിക്കൽട്ടി ഇൻ വാക്കിംഗ്, ഡിസിനെസ്, ലോസ് ഓഫ് ബാലൻസ് ഓർ കോർഡിനേഷൻ. അപ്പം നമുക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ട് വരാം. ഡിസിനെസ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെ തലകറക്കം പോലെയുള്ള ഒരു ലൈറ്റ് ഹെഡഡ് ആ ഒരു സ്റ്റേജ് ആണ്. പിന്നീട് ലോസ് ഓഫ് ബാലൻസ് ഓർ കോർഡിനേഷൻ. നമുക്ക് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതും സ്ട്രോക്കിന്റെ ഒരു സിംറ്റം ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിവിയർ ഹെഡ് ഏക്ക് വിത്ത് നോൺ കോസ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് തലവേദന എടുക്കാം. ലാസ്റ്റ് വൺ ഫെയിന്റിങ് ഓർ അൺകോൺഷ്യസ്നെസ്, അബോധാവസ്ഥയിലേക്ക് പോവുക അല്ലെങ്കിൽ തലകറങ്ങി വീഴുക. ഇതൊക്കെയാണ് സ്ട്രോക്കിന്റെ സിംറ്റംസ്. നമ്മൾ ആദ്യം ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സ്ട്രോക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ട്രോക്കിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് റുമാറ്റിക് ഹേർട്ട് ഡിസീസ്. ആദ്യത്തെ ക്ലാസ് മുതലേ നമ്മൾ കേട്ട് വന്നിരിക്കുന്ന ഒരു അസുഖമാണ് റുമാറ്റിക് ഹേർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അതും കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഫാറ്റിഗ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്, ചെസ്റ്റ് പെയിന്, ഫെയിന്റിങ്, ഫീവർ, പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ജോയിന്റ്സ്, നോസിയ, സ്റ്റൊമക് ക്രാംസ് ആൻഡ് വോമിറ്റിംഗ്. അപ്പം ശ്വാസം എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. പിന്നീട് കറക്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ്സ് ഒന്നും കറക്റ്റ് അല്ലാത്ത രീതിയിൽ വരിക, ചെസ്റ്റ് പെയിന്, നമുക്ക് നെഞ്ചുവേദന വരിക, ഫെയിന്റിങ് ഓൾറെഡി പറഞ്ഞു തളർന്നു വീഴുന്ന ഒരവസ്ഥയാണ്. പിന്നീട് ഫീവർ, കൂടാതെ നമ്മുടെ ജോയിന്റ്സിലൊക്കെ പെയിനും സ്വെല്ലിങ്ങും വേദനയും അതുപോലെ തന്നെ നീരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ. നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി, സ്റ്റൊമക് ക്രാംസ്, നമുക്ക് വയറുവേദന വരാം, ആൻഡ് വോമിറ്റിംഗ്. ഓക്കെ, ഛർദില്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റുമാറ്റിക് ഹേർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം കാർഡിയോവാസ്കുലർ ഡിസീസസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ഡിസീസസിന്റെ സിംറ്റംസ് ആണ് നമ്മളിത് നോക്കിയത്. മേ ബി ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്. ഇപ്പൊ റിസ്ക് ഫാക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനിയുള്ള ഏത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോക്കിയാലും അതിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടർ പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രിവെൻഷനും എല്ലായിടത്തും പറയുന്നതായിരിക്കും. അപ്പോ കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ കാര്യത്തിൽ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ, ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിലുള്ള പ്രൈമറി പ്രിവെൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ പ്രൈമറി പ്രിവെൻഷൻ നോക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് ഇൻഡിവിജ്വൽ ലെവൽ ഇന്റർവെൻഷൻസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പോപ്പുലേഷൻ വൈഡ് ഇന്റർവെൻഷൻസും ചെയ്യാവുന്നതാണ്. അപ്പം രണ്ട് രീതിയിലും ഒരു ഇൻഡിവിജ്വലിനെ റിസ്ക് ഫാക്ടറിലുള്ള അല്ലെങ്കിൽ റിസ്ക് ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ റിസ്കിൽ വരാവുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു പോപ്പുലേഷൻ എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസും ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള പ്രൈമറി പ്രിവെൻഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കോംപ്രിഹെൻസീവ് ടൊബാക്കോ കൺട്രോൾ പോളിസീസ്. ടൊബാക്കോ യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ യൂസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ യൂസ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രൈമറി പ്രിവെൻഷൻ ലെവലിൽ. ഇതൊക്കെ കൂടുതലും നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ ഒരു ലെവലിലാണ് നോക്കുന്നത്. ഓക്കെ, ഇനി പ്രൊവൈഡിങ് ഹെൽത്തി സ്കൂൾ മീൽസ് ടു ചിൽഡ്രൻ. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു ഹെൽത്തി സ്കൂൾ മീൽസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് ജീവിതത്തിൽ നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ഡെയിലി ഉള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ. ടാക്സേഷൻ ടു റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് ഫുഡ്സ് ദാറ്റ് ആർ ഹൈ ഇൻ ഫാറ്റ്, ഷുഗർ ആൻഡ് സോൾട്ട്. അപ്പം ഫാറ്റ് കണ്ടന്റും ഷുഗർ കണ്ടന്റും സോൾട്ട് കണ്ടന്റും ഒക്കെ അടങ്ങിയ അത്തരത്തിലുള്ള ഫുഡ്സിന് നമ്മൾ ടാക്സ് കൂടുതലായിട്ട് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത്തരത്തില് ഈ ഫുഡ്സിനൊക്കെ ടാക്സേഷൻ ഏർപ്പാടാക്കുക. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ കൂടുതലും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വൈസ് ചെയ്യാവുന്നതാണ്. ജനങ്ങളെ നമുക്ക് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാർഡിയോവാസ്കുലർ ഡിസീസസിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ അവെയർ ചെയ്യിക്കാവുന്നതാണ്. ഇതാണ് പ്രൈമറി പ്രിവെൻഷൻ ലെവലിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ ആയപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അസുഖം വന്നു. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖം വന്നിട്ടില്ലായിരുന്നു, അവിടെ റിസ്ക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. പക്ഷേ സെക്കൻഡറി പ്രിവെൻഷൻ വന്നപ്പോഴത്തേന് നമുക്ക് ഓൾറെഡി ഡിസീസ് വന്നു. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിസീസിനെ മാനേജ് ചെയ്യുക, കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാൻ നോക്കുക. അപ്പോ ഈ സെക്കൻഡറി പ്രിവെൻഷനിൽ പ്രധാനമായിട്ടും ഇയർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആസ്പിരിൻ, ബീറ്റ ബ്ലോക്കേഴ്സ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റിൻസ്, ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഈ ഒരു അസുഖം കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള മെഡിസിൻ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. When these interventions are used together with smoking cessation, nearly 75% of recurrent vascular events may be prevented. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയാലും ബാക്കിയുള്ള പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ പോലും അതും സ്മോക്കിംഗ് സെസേഷന്റെ കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സ്മോക്കിംഗ് നിർത്തിയിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു വാസ്കുലർ ഇവന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് 75% നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്മോക്കിംഗ് നിർത്തിക്കൊണ്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് വരാതിരിക്കാനുള്ള ചാൻസ് 75% നമുക്ക് അത്രയും കുറഞ്ഞു കിട്ടുകയാണ്. ഓക്കെ, പിന്നീട് ഇത് വരാനുള്ള ചാൻസ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സ്മോക്കിംഗ് സെസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിംഗിൾ റിസ്ക് ഫാക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ 75% ആ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റില് സർജിക്കൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, വാൽവ് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെന്റ് ആൻഡ് ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോയി, നമുക്ക് മെഡിസിൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ സർജറിയാണ്.
ഇപ്പൊ ബൈപ്പാസ് സർജറിയുടെ കാര്യം, ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലെ വാൽവ് റിപ്പയർ അല്ലെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ്, വാൽവ് റീപ്ലേസ്മെന്റ്, പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരെ ഇപ്പൊ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡറി പ്രിവെൻഷൻ ലെവലില് ഇത്തരത്തില് കറക്റ്റ് ആയിട്ട് മെഡിസിൻസ് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് നടത്തുക, അതുപോലെ തന്നെ സർജിക്കൽ ലെവലിലേക്ക്, കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മളെ ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇന്റർവെൻഷൻസ് കറക്റ്റ് ആയിട്ട് സ്മോക്കിംഗ് സെസേഷന്റെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഇത് വരാനുള്ള ചാൻസ് 75% കുറയുകയും ചെയ്യും. ഇതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് കാർഡിയോവാസ്കുലർ ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഡിസീസസിനെ ഒരുമിച്ച് പറയുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലും കുറെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ഒരു കൊറോണറി ഹാർട്ട് ഡിസീസിനെ കുറിച്ചാണ്. ഓക്കെ, ഈ കൊറോണറി ഹാർട്ട് ഡിസീസിനെ തന്നെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്നും അതുപോലെ തന്നെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്നും പറയുന്നത്. ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫംഗ്ഷൻ ഡ്യൂ ടു inadequate blood flow to the heart compared to its needs caused by obstructive changes in the coronary circulation to the heart. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടണം. അതേപോലെ തന്നെ ഹേർട്ടിനും അതിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹേർട്ടിനും ബ്ലഡ് സപ്ലൈ ആവശ്യമുണ്ട്. ഹേർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ കൊറോണറി സർക്കുലേഷനിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്റ്റീവ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഹേർട്ടിന് അതിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരികയും ഹേർട്ടിന്റെ ഫംഗ്ഷനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിനെയാണ് നമ്മൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ മോഡേൺ എപ്പിഡമിക് എന്നാണ് പറയുന്നത്. അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസിനെയാണ് നമ്മൾ മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കേസസും അതുപോലെ തന്നെ ഡെത്തും വരുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസസിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസും ഡെത്തും വരുന്ന ഒരെണ്ണമാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഏജിങ് റിലേറ്റഡ് ആണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത് വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൂടുതലും ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ ഈ ഒരു കൊറോണറി ഹാർട്ട് ഡിസീസ് കാരണമാണ് 25 മുതൽ 30% മരണങ്ങളും സംഭവിക്കുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറെ കാലത്തിന് ശേഷവും മരണം സംഭവിക്കാം. ആദ്യം വരുന്ന ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ചിലവർക്ക് ഡെത്ത് സംഭവിക്കാം. പക്ഷെ ചിലവരിലാണെങ്കിൽ കുറെ കാലം, ഒരു ലോങ് ഹിസ്റ്ററി ഈ ഒരു ഡിസീസിന്റെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡെത്ത് സംഭവിക്കുന്നത്. ഇതാണ് കൊറോണറി ഹാർട്ട് ഡിസീസിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് സപ്ലൈ ആയിട്ടുള്ള കൊറോണറി സർക്കുലേഷന് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബ്ലഡ് കിട്ടാതെ വരികയും അത് അവരുടെ ഫംഗ്ഷനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്നും പറയുന്നുണ്ട്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, മോഡേൺ എപ്പിഡമിക് എന്നറിയപ്പെടുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ ഏകദേശം 25 മുതൽ 30% വരെ മരണം സംഭവിക്കുന്നത് ഈ ഒരു കൊറോണറി ഹാർട്ട് ഡിസീസ് കാരണമാണ്. മരണം രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഹിസ്റ്ററി ഓഫ് ഡിസീസിന് ശേഷവും വരാവുന്നതാണ്. ഓക്കെ, ഇനി പ്രസന്റേഷൻസ് ഓഫ് CHD. ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് തന്നെ പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഒരു രീതിയിലല്ല, ഈ താഴെ പറഞ്ഞിരിക്കുന്ന 5 രീതിയിലും ഇത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻജൈന പെക്ടോറിസ് ഓഫ് എഫേർട്ട്.
ദാറ്റ് മീൻസ് നമ്മുടെ ചെസ്റ്റ് പെയിൻ ഉണ്ടല്ലോ, നെഞ്ചുവേദനയായിട്ട് ആ ഒരു സ്റ്റേജിൽ നമുക്കിത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഓർ ഹാർട്ട് അറ്റാക്ക് സ്റ്റേജിൽ നമുക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറഗുലാരിറ്റീസ് ഓഫ് ഹേർട്ട് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇംപ്രോപ്പർ ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ്, കറക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർഡിയാക് ഫെയിലിയർ. നമ്മുടെ ഹൃദയം ഫെയിലിയർ ആവുന്ന, ഒരു ഹാർട്ട് ഫെയിലിയർ ആവുന്ന ഒരു സ്റ്റേജ് ആണ് കാർഡിയാക് ഫെയിലിയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സഡൻ ഡെത്ത്, പെട്ടെന്നുള്ള മരണം. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മരണം സംഭവിക്കാം, അതാണ് സഡൻ ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു 5 രീതിയിലും നമുക്ക് CHD പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഓർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഓഫ് ഹേർട്ട് ആയിട്ട് വരാം, അതും അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ, ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സഡൻ ഡെത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കേസ് ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കേസ് ഫേറ്റാലിറ്റി റേറ്റ്? കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു എ ഡിസീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഡ്യൂ ടു ദാറ്റ് ഡിസീസ് ഇൻറ്റു 100. ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്നുമില്ല, ഈ ഒരു ഡിസീസ് കാരണം എത്രത്തോളം മരണം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് ഫേറ്റാലിറ്റി റേറ്റ് നോക്കുന്നത്. കില്ലിംഗ് പവർ ഓഫ് എ ഡിസീസ്, ഈ ഒരു ഡിസീസ് കാരണം എത്ര മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് കേസ് ഫേറ്റാലിറ്റി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് വിറുലൻസ് മീൻസ് സിവിയോറിറ്റി ഓഫ് ദ ഡിസീസ്, ഈ ഒരു ഡിസീസ് എത്രമാത്രം സിവിയർ ആണ്, എന്തുമാത്രം പ്രോബ്ലം ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു 28 ദിവസത്തിനുള്ളിൽ എത്ര ഡെത്ത് സംഭവിക്കുന്നു അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ എത്ര ഡെത്ത് ഈ ഒരു CHD കാരണം നടക്കുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ 25 to 28% ഓഫ് പേഷ്യൻസ് who suffer a heart attack die suddenly. അപ്പം ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൽ ഏകദേശം ഒരു 25 മുതൽ 28% പേഷ്യൻസിലും അവർ പെട്ടെന്ന് മരിക്കാനുള്ള ചാൻസ് ആണ് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉള്ളവരിലുള്ള കാര്യമാണ് പറഞ്ഞത്. അവര് പെട്ടെന്ന് മരിക്കാനുള്ള ചാൻസ് ഏകദേശം 25 മുതൽ 28% വരെയാണ്. അടുത്തതിൽ പറയുന്നത് among 55% of all cardiac death mortality occurs within the first hour. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാർഡിയാക് ഡെത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഹിസ്റ്ററിക്ക് ശേഷം വരാം. ഏകദേശം 55% കാർഡിയാക് ഡെത്തും നടക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലാണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കൊറോണറി ഹെർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ ചാൻസ് ഓഫ് മോർട്ടാലിറ്റി ഇൻ ഹാർട്ട് അറ്റാക്ക് സർവൈവേഴ്സ്, ഹാർട്ട് അറ്റാക്ക് സർവൈവ് ചെയ്ത ആൾക്കാരിൽ പിന്നീട് മരണം സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം 10%, പിന്നീടുള്ള ഓരോ വർഷം അത് 5%ആയിട്ട് കുറഞ്ഞു വരും. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഹാർട്ട് അറ്റാക്ക് സർവൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സമയത്ത് 10%-ഓളം ചാൻസ് ഉണ്ട് അവര് മരണപ്പെടാനായിട്ട്. പിന്നീട് പോകുമ്പോഴത്തേന് അതിന്റെ ചാൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസീസിന്റെ സിവിയോറിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേസ് ഫേറ്റാലിറ്റി റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ 28 ദിവസത്തിനുള്ളിൽ എത്ര ഡെത്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരിൽ ഏകദേശം 25 മുതൽ 28% ആൾക്കാരും പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നതായിട്ട് കാണാം. പിന്നെ ഈ കാർഡിയാക് ഡെത്ത് നടക്കുന്നവരിൽ ഏറ്റവും ഒരു 55%-ഓളം ആൾക്കാരും ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹാർട്ട് അറ്റാക്ക് സർവൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1 വർഷത്തിൽ 10% അവർ മരണപ്പെടാനുള്ള ചാൻസ്, പിന്നീടുള്ള വർഷങ്ങളിൽ അത് 5%-ആയിട്ട് കുറഞ്ഞു വരികയും ചെയ്യും. ഓക്കെ, ഇതാണ് കേസ് ഫേറ്റാലിറ്റി റേറ്റ്. ഇനി എപ്പിഡമിസിറ്റി ആൻഡ് പ്രോബ്ലം, ഈ ഒരു കൊറോണറി ഹെർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതില് ആദ്യം പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഇത് തുടങ്ങി എന്ന് പറയുന്നത് 1920s-ലാണ്. 1920-കളിലാണ് ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ കൊറോണറി ഹെർട്ട് ഡിസീസ് തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഡിക്ലൈനിങ് ട്രെൻഡ് ആണ്, അവിടെയൊക്കെ കുറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
1930കളിലാണ് ബ്രിട്ടനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൊറോണറി ഹെർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. When CHD emerged as the modern epidemic, it was the disease of the higher social classes. 50 years later, the situation is changing. There is a strong inverse relation between social class and CHD in developed countries. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊറോണറി ഹെർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിൽ ഹയർ സോഷ്യൽ ക്ലാസ്സസിലായിരുന്നു കണ്ടുവന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് തുടക്ക സമയത്ത് ഇത് ഹയർ സോഷ്യൽ ക്ലാസ്സസിലാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയി. അവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സോഷ്യൽ ക്ലാസ്സും CHD തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഹയർ സോഷ്യൽ ക്ലാസ്സസിൽ CHD-യുടെ ലെവൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിവലൻസ് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ലോവർ സോഷ്യൽ ക്ലാസ്സസിൽ ഇതിന്റെ ഒരു പ്രിവലൻസ് കൂടി വരുന്നതായിട്ടും കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഹയർ സോഷ്യൽ ക്ലാസ്സസിൽ നിന്നിരുന്ന ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഇപ്പോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലോവർ സോഷ്യൽ ക്ലാസ്സസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഹയർ സോഷ്യൽ ക്ലാസ്സസിൽ കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാം. ഇതിൽ തന്നെ ഹയസ്റ്റ് മോർട്ടാലിറ്റി ഇപ്പോ CHD കാരണം നടക്കുന്നത് വെസ്റ്റേൺ പസഫിക് റീജിയണിലും അതുപോലെ തന്നെ യൂറോപ്യൻ റീജിയണിലുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്ലോബലി ഉള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ഇത് എത്രമാത്രം പ്രോബ്ലം ആണെന്നുള്ളതാണ്. നമ്മൾ പ്രിവലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർബൻ ഏരിയാസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആസ് കമ്പയർഡ് ടു റൂറൽ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷനിലാണ് ഇതിന്റെ ഒരു പ്രിവലൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് നമ്മൾ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അർബൻ ഏരിയാസിൽ 6.4% ഇതിന്റെ ഒരു പ്രിവലൻസ് ഉണ്ട്. അതേസമയം റൂറൽ പോപ്പുലേഷനിലാണെങ്കിൽ 2.5% ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അർബൻ പോപ്പുലേഷനിലാണ് ഇതിന്റെ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ജെൻഡർ വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് തന്നെ പ്രിവലൻസ് കാണാൻ സാധിക്കും. മെയിൽസിലും ഫീമെയിൽസിലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു CHD-യുടെ പ്രിവലൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെയിൽസിലാണ്. CHD-യുടെ പ്രിവലൻസ് രണ്ടു കൂട്ടരിലും ഏകദേശം ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും മരണം എന്ന് പറയുന്നത് കൂടുതൽ സംഭവിക്കുന്നത് മെയിൽസിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്ത്യയിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ടിടത്തെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആണ്. കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇവിടെ നമ്മൾ നോൺ മോഡിഫയബിൾ, മോഡിഫയബിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നോൺ മോഡിഫയബിൾ ആണെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ച് കൊറോണറി ഹെർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെയിൽ സെക്സിലാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നീട് ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ. ഇനി നമ്മൾ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് സ്മോക്കിംഗ് വരുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ, സീറം കൊളസ്ട്രോള്, ഡയബറ്റിസ്, ഒബീസിറ്റി, സെഡൻറ്ററി ഹാബിറ്റ്സ്, സ്ട്രെസ്, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓരോ റിസ്ക് ഫാക്ടേഴ്സും എങ്ങനെയാണ് കൊറോണറി ഹെർട്ട് ഡിസീസിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം. അതിൽ തന്നെ ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഏകദേശമുള്ള എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലും സ്മോക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പോ ഇവിടെ നമ്മൾ സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പല കണ്ടന്റ്സും ഉണ്ട് അല്ലെ. അപ്പൊ അതില് ഒരു കണ്ടന്റ് ആണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് നമുക്ക് ആതറോജെനിസിസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ എന്താണ് ആന്ത്രോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഫാറ്റി ഡെപ്പോസിറ്റ് ഇൻ ആർട്ടറീസ്. നമ്മുടെ ആർട്ടറീസിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ വരുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഒരു ആന്ത്രോജെനിസിസ് എന്ന് പറയുന്നത്. ഇത് പിന്നീട് നമ്മുടെ കൊറോണറി ഹെർട്ട് ഡിസീസിലേക്ക് നയിക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഇനി കാർബൺ മോണോക്സൈഡിനെ പോലെ തന്നെ നമ്മുടെ ഇതിൽ കണ്ടുവരുന്ന മറ്റൊരു
കണ്ടന്റ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അതിൽ അഡിക്ഷൻ വൈസ് ഉള്ള ഒരു ഫാക്ടറാണ് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നിക്കോട്ടിൻ സ്റ്റിമുലേഷൻ ഓഫ് അഡ്രിജനി ഡ്രൈവ് റേസിംഗ് ബോത്ത് ബ്ലഡ് പ്രഷർ ആൻഡ് മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം ഈ ഒരു നിക്കോട്ടിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരേപോലെ നമ്മുടെ ബ്ലഡ് പ്രഷറും റേസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മുടെ ഹൃദയത്തിനും അതുപോലെ മസിൽസിനും ഒക്കെ ഉള്ള ഒരു ഓക്സിജൻ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫാക്ടറും ഈ പറഞ്ഞതുപോലെ തന്നെ കൊറോണറി ഹേർട്ട് ഡിസീസിലേക്ക് നയിക്കുന്ന ഒരു റിസ്ക് തന്നെയാണ്. പിന്നീട് ഇത് കാരണം വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫോളിംഗ് പ്രൊട്ടക്റ്റീവ് HDL ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് HDL എന്ന് പറയുന്നത്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്റ്റീവ് ആണ്. ഇതിന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രത്തോളം ഗുണമുള്ളതാണ് HDL എന്ന് പറയുന്നത്. അപ്പം ഈ സ്മോക്കിംഗ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീന്റെ ലെവല് താഴ്ന്നു വരും. അപ്പൊ അത് ഈ ഒരു കൊറോണറി ഹെർട്ട് ഡിസീസിലേക്ക് നയിക്കുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചാൻസ് ഓഫ് സഡൻ ഡെത്ത് ഫ്രം CHD എസ്പെഷ്യലി ഇൻ മെൻ അണ്ടർ 50 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പം സ്മോക്കിംഗ് കാരണം വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ 50 വയസ്സിനുള്ളിൽ വരുന്ന പുരുഷന്മാരിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CHD കാരണം ഉള്ള സഡൻ ഡെത്ത്, CHD-യിൽ സഡൻ ഡെത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരാം. അവരിലാണ് ഈ ഒരു സഡൻ ഡെത്തിനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ, അതും 50 വയസ്സിന് അകത്തുള്ള പുരുഷന്മാരിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ഡ് പെർ ഡേ. ഈ ഒരു CHD ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സിഗരറ്റ്സ് സ്മോക്ക് ചെയ്യുന്നു, ഒരു ദിവസം എത്ര സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. നമ്മൾ കൂടുതലായിട്ട് സിഗരറ്റ് ഓരോ ദിവസവും കൂടുതൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് CHD വരാനുള്ള റിസ്ക്കും കൂടിക്കൊണ്ടേ ഇരിക്കും. പിന്നീട് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിനർജിസ്റ്റിക് വിത്ത് അതർ റിസ്ക് ഫാക്ടേഴ്സ്. മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സുമായിട്ട് ഒരു അഡിറ്റീവ് എഫക്ട് ഇതിന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ സീറം കൊളസ്ട്രോളോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സ്മോക്കിംഗ് കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഇതിൻ്റെ ഉള്ള റിസ്ക് ഫാക്ടർ കൂടും. ഓക്കെ, അപ്പൊ അവരിൽ ഈ ഒരു സ്മോക്കിംഗ് കാരണം പെട്ടെന്ന് തന്നെ സ്മോക്കിങ്ങും ഈ കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് വരുന്നത് കാരണം പെട്ടെന്ന് തന്നെ സഡൻ ഡെത്തോ അല്ലെങ്കിൽ ഈ ഒരു CHD സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുന്നു. അപ്പം ഇതാണ് സ്മോക്കിങ്ങിന്റെ ആദ്യത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ഒരു കണ്ടന്റ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അത് ആന്ത്രോജെനസിസ്, നമ്മുടെ ഒരു ഫാറ്റി ഡെപ്പോസിഷനിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കണ്ടന്റ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ BPയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് കാരണം നമ്മുടെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്റെ ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. 50 വയസ്സിനുള്ളിലുള്ള പുരുഷന്മാരിൽ ഈ ഒരു സ്മോക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ CHD കാരണമുള്ള സഡൻ ഡെത്ത് കൂടുന്നതിനും ചാൻസ് ഉണ്ട്. നമ്മൾ എത്രത്തോളം സിഗരറ്റ്സ് ഒരു ദിവസം സ്മോക്ക് ചെയ്യുന്നു എന്നതിന്റെ ബേസിലായിരിക്കും CHDക്കുള്ള റിസ്ക് ഫാക്ടറും ഇൻക്രീസ് ചെയ്ത് വരുന്നത്. പിന്നീട് നമ്മുടെ സീറം കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ സ്മോക്കിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ അവരിൽ CHD വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഡെത്ത് ഫ്രം CHD ഡിക്രീസസ് ഓൺ സെസേഷൻ ഓഫ് സ്മോക്കിംഗ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോക്കിംഗ് സെസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് CHD മൂലമുള്ള ഡെത്തിനുള്ള ചാൻസും കുറയും. എത്രയും പെട്ടെന്ന് നമ്മൾ സ്മോക്കിംഗ് നിർത്തുന്നു അത്രയും നമുക്ക് ആ ഒരു CHDയിലേക്ക് പോകാനുള്ള റിസ്ക്കും കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോക്കിംഗ് സെസേഷന്റെ കൂടെ പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നീട് റെക്കറന്റ് ആയിട്ട് വരാനുള്ള ചാൻസ് 75% കുറയുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് ഈ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അത് മാക്സിമം എത്രയും പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റുമോ അത്രയും വേഗം നിർത്തുന്നതായിരിക്കും റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്നതിന് നല്ലത്. അപ്പം ഈ സൈഡിൽ നമ്മൾ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഈ ഒരു സ്മോക്കിംഗ് അതിന്റെ കൂടെ കൊളസ്ട്രോൾ ലെവലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ ലെവലോ ഒക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ റിസ്കിലേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞത്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞില്ല ഒരു സിനർജിസ്റ്റിക് എഫക്റ്റിന്റെ കാര്യം. ഓൾറെഡി കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ള ആൾക്കാരിൽ സ്മോക്കിംഗ് വരുമ്പം അതെങ്ങനെ റിസ്ക് ഫാക്ടറിലേക്ക് പോകുന്നു
അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് 4 കർവ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും താഴത്തെ കർവാണ് കർവ് എ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് റിസ്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് എലിവേറ്റഡ് സീറം കൊളസ്ട്രോൾ. അപ്പം സ്മോക്കിങ്ങും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആയിട്ടുള്ള ഒരാളിൽ എത്രത്തോളമാണ് റിസ്ക് എന്ന് നമുക്ക് കാണാം, വളരെ കുറവാണ് അതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് കുറച്ചുകൂടെ മുകളിലോട്ട് നിൽക്കുവാണ് കർവ് ബി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്മോക്കേഴ്സിലുള്ള റിസ്ക് ആണ്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ CHD വരാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കർവ് സി എന്ന് പറയുമ്പോഴത്തേന് റിസ്ക് വിത്ത് എലിവേറ്റഡ് സീറം കൊളസ്ട്രോൾ. സീറം കൊളസ്ട്രോൾ മാത്രമുള്ള ആൾക്കാരിൽ ഇത് വരാനുള്ള റിസ്ക് ആണ് കർവ് സിയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്മോക്കിങ്ങിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ എലിവേറ്റഡ് സീറം കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് CHD വരാനുള്ള ചാൻസ് അത്രയും കൂടുതലാണ്. ഇനി ലാസ്റ്റ് കർവ് നോക്കിയേ, കർവ് ഡി എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് റിസ്ക് വിത്ത് സ്മോക്കിംഗ് ആൻഡ് എലിവേറ്റഡ് സീറം കൊളസ്ട്രോൾ. സ്മോക്കിങ്ങും അതുപോലെ തന്നെ അയാളിൽ സിറം കൊളസ്ട്രോൾ ലെവല് എലിവേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. ഈ ഒരു CHDയിലേക്ക് പോകാനുള്ള റിസ്ക് ഏറ്റവും കൂടുതലും ആ ഒരു കർവ് ഡിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി സിറം കൊളസ്ട്രോൾ ലെവൽ ഉയർന്നിരിക്കുന്ന ആൾക്കാരിൽ സ്മോക്കിംഗും കൂടെ ചെയ്യുമ്പോഴാണ് CHDയിലേക്ക് പോകാനുള്ള റിസ്ക് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്മോക്കിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് അടുത്ത ഒരു റിസ്ക് ഫാക്ടറാണ്. കൊറോണറി ഹെർട്ട് ഡിസീസിലേക്കുള്ള ഒരു അടുത്ത റിസ്ക് ഫാക്ടറാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഹൈപ്പർ ടെൻഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽസ് അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം നമുക്ക് CHD ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഫാക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കാണ് CHD ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്കൊരു സിംഗിൾ ടെസ്റ്റ് യൂസ് ചെയ്യാം. അതാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP മെഷർമെന്റ്. ഒരാളുടെ ഹൈപ്പർ ടെൻഷൻ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് CHD വരാനുള്ള ചാൻസും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. അപ്പം ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽസ് അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD. കൊറോണറി ഹെർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു സിംഗിൾ ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. അതാണ് ഹൈപ്പർ ടെൻഷൻ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആളില് CHD ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഹൈപ്പർ ടെൻഷന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്സിലറേറ്റ്സ് ദ ആഥെറോസ്ക്ലീറോട്ടിക് പ്രോസസ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലേക്കിന്റെ ഫോർമേഷൻ ആണ്. ആ ഒരു ഫാറ്റി ഡെപ്പോസിഷൻ ഒക്കെ വന്നിട്ട് ബ്ലഡ് ഫ്ലോയെ അത് ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ആഥെറോസ്ക്ലീറോട്ടിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആഥ്രോജെനസിസ് പറഞ്ഞില്ലേ, സെയിം ആണ്. നമ്മുടെ ആ ഒരു ഫാറ്റി ഡെപ്പോസിഷൻ വന്നിട്ട് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ്. അതാണ് ഹൈപ്പർ ടെൻഷൻ കാരണം വരുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആർ ഇമ്പോർട്ടന്റ് പ്രെഡിക്ടേഴ്സ്. അപ്പം സിസ്റ്റോളിക് BP ഉണ്ട്, ഡയസ്റ്റോളിക് BP ഉണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് പ്രെഡിക്ടേഴ്സ് ആണ്. രണ്ടിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് കൊറോണറി ഹെർട്ട് ഡിസീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന റിസ്ക് ഫാക്ടറും ഇതിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ സീറം കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സീറം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ. സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും ഈ ഒരു സീറം കൊളസ്ട്രോൾ ലെവൽ കൂടിയിരിക്കുന്ന ആൾക്കാരിലാണ് കൊറോണറി ഹെർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാബിച്വൽ ഡയറ്റ്, ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ ആൻഡ് CHD. അപ്പോൾ നമ്മുടെ ഡയറ്റും നമ്മുടെ കൊളസ്ട്രോൾ ലെവലും അതുപോലെ തന്നെ ഈ കൊറോണറി ഹെർട്ട് ഡിസീസുമായിട്ട് ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ആണുള്ളത്. നമ്മുടെ ഡയറ്റിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫാറ്റി ഫുഡ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു. അത് പിന്നീട് കൊറോണറി ഹെർട്ട് ഡിസീസിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ആണ് ഡയറ്റും കൊളസ്ട്രോളും കൊറോണറി ഹെർട്ട് ഡിസീസും തമ്മിൽ ഉള്ളത്. ഇനി ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറം കൊളസ്ട്രോളിന്റെ ഒരു ത്രഷോൾഡ് ലെവലാണ് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 220 milligram per deciliter എന്നുള്ളത്. അപ്പം ഈ ഒരു ത്രഷോൾഡ് ലെവൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. ഓക്കെ,
ആ ഒരു ലെവലിൽ കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണറി ഹെർട്ട് ഡിസീസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി താഴെയുള്ള 3 പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വ്യത്യസ്ത തരം കൊളസ്ട്രോളിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ CHD ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പോ ഇതില് ആ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ ദാറ്റ് ഈസ് മോസ്റ്റ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് CHD. ഈ കൊളസ്ട്രോളിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ കൊറോണറി ഹെർട്ട് ഡിസീസുമായിട്ട് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു ലെവല് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം റിസ്ക് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കൊറോണറി ഹെർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് VLDL എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാസ് അസോസിയേറ്റഡ് വിത്ത് പ്രിമച്വർ ആർത്രോസ്ക്ലീറോസിസ് പെരിഫറൽ വാസ്കുലർ ഡിസീസസ്. അപ്പം നമ്മുടെ VLDL ലെവലാണ് കൂടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിമച്വർ ആർത്രോസ്ക്ലീറോസിസിലേക്കും അതേപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസസിലേക്കും കൊണ്ടുപോകും. അപ്പം ആർത്രോസ്ക്ലീറോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫാറ്റി ഡെപ്പോസിഷൻ വന്നിട്ട് ബ്ലോക്ക് ആവുന്ന ആ ഒരു അവസ്ഥയാണ്. ഇനി പെരിഫറൽ വാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കുലേഷൻ ഡിസോർഡർ ആണ്. നമ്മുടെ ബ്ലഡ് വെസൽസ് നാരോ ആവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ നാരോ ആവുന്നതനുസരിച്ച് നമ്മുടെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആവുന്നു, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കാതെ വരുന്നു. ആ ഒരു കണ്ടീഷനാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം VLDL ലെവല് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആർത്രോസ്ക്ലീറോസിസിലേക്കും പെരിഫറൽ വാസ്കുലർ ഡിസീസസിലേക്കും പോകുന്നു. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇനി അടുത്തതാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആണ്. നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കൊളസ്ട്രോൾ ആണ് ഈ ഒരു HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം അത് കൂടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പൊ അത് ഏകദേശം ഒരു 40 mg/dL കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ബാർ HDL റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ HDL-ഉമായിട്ടുള്ള ടോട്ടൽ കൊളസ്ട്രോളിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 3.5 താഴെ ആയിരിക്കണം. കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ പ്രിവെൻഷൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ബാർ HDL റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 3.5 താഴെ ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സീറം കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഡയറ്റും ബ്ലഡ് കൊളസ്ട്രോളും CHD ആയിട്ട് ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പം ഈ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ത്രെഷോൾഡ് ലെവൽ മോർ ദാൻ 220 mg/dL എന്നുള്ളതാണ്. LDL ആണ് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് CHD ആയിട്ട്. VLDL ആണെന്നുണ്ടെങ്കിൽ ആർത്രോസ്ക്ലീറോസിസിലേക്കും പെരിഫറൽ വാസ്കുലർ ഡിസീസസിലേക്കും കൊണ്ടുപോകുന്നു. അതേസമയം HDL എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആണ്, അത് ശരീരത്തിന് നല്ലതാണ്. ടോട്ടൽ കൊളസ്ട്രോൾ ബാർ HDL റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 3.5 താഴെ ആയിരിക്കണം, ലെസ് ദാൻ 3.5 ആയിരിക്കണം. ഓക്കെ, ഇതാണ് സീറം കൊളസ്ട്രോളിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഡയബറ്റിസ്. ഓക്കെ, ഡയബറ്റിസും കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ റിസ്ക് ഓഫ് CHD ഈസ് 2 to 3 times ഹയർ ഇൻ ഡയബറ്റിക്സ് ദാൻ ഇൻ നോൺ ഡയബറ്റിക്സ്. ഇപ്പം നോൺ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ റിസ്ക് എന്ന് പറയുന്നത് 2 to 3 times ഹയർ ആണ്. 2 മുതൽ 3 മുതൽ ഇരട്ടി വരെയാണ്. ഓക്കെ, അതിൽ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. ഡയബറ്റീസും CHD ആയിട്ടുള്ള ഒരു റിലേഷനും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളില് 2 to 3 times ഹയർ റിസ്ക് ആണ് നോൺ ഡയബറ്റിക് ആയിട്ടുള്ള ആളെക്കാളും. നെക്സ്റ്റ് പോയിന്റ്, CHD is responsible for 30 to 50% of death in diabetics over the age of 40 years in industrialized countries. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഏകദേശം 30 മുതൽ 50% ഡെത്ത് വരുന്നതും ഈ ഒരു കൊറോണറി ഹാർട്ട് ഡിസീസ് കാരണമാണ്. അതായത് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഡയബറ്റിക് ഉള്ള പേഷ്യൻസിൽ ഏകദേശം ആ ഒരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ 30 മുതൽ 50% ഡയബറ്റിക് പേഷ്യൻസിലും CHD കാരണമാണ് ഡെത്ത് ഉണ്ടാവുന്നത്. അപ്പം ഇതാണ് ഡയബറ്റീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് CHDയുടെ കാര്യത്തിൽ. അപ്പം നോൺ ഡയബറ്റിക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ 2 to 3 times ഹയർ റിസ്ക് ആണുള്ളത്.
അതേപോലെ തന്നെ അപ്പം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഡയബറ്റിക് പേഷ്യൻസിൽ 30 to 50% ഡെത്തിനുള്ള ചാൻസ് ഉണ്ട് CHD കാരണം. ഓക്കെ, ഇനി അടുത്തതാണ് അതർ ഫാക്ടേഴ്സ്. ഈ അതർ ഫാക്ടേഴ്സിൽ നമ്മുടെ മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഒരുമിച്ച് ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് പറയുവാണേ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി ആണ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് CHD ഈസ് നോൺ ടു ഇൻക്രീസ് ദ റിസ്ക് ഓഫ് പ്രിമച്വർ ഡെത്ത്. കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ പ്രിമച്വർ ഡെത്തിനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പം അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അങ്ങനെ ആ രീതിയിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരിൽ പ്രിമച്വർ ഡെത്ത് വളരെ കുഞ്ഞിലെ തന്നെ അല്ലെങ്കിൽ ഒരു യങ് ഏജിൽ തന്നെ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണ്. അപ്പം ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ CHDക്കുള്ള ചാൻസ്, കൊറോണറി ഹാർട്ട് ഡിസീസിനുള്ള ചാൻസ് വളരെയധികം കൂടും. അതേസമയം നമ്മൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HDL ലെവൽ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനും അത് നമുക്ക് CHDയുടെ ചാൻസ് കുറയ്ക്കുന്നതിനും കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് മനസ്സിലായല്ലോ. ഫാമിലി ഹിസ്റ്ററിയിൽ പ്രിമച്വർ ഡെത്തിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് CHD കാരണമുള്ളത്. നെക്സ്റ്റ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഉള്ള ആൾക്കാരിൽ നമുക്ക് CHD വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫിസിക്കൽ എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ HDLന്റെ ലെവല് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഹോർമോൺസിന്റെ കാര്യമാണ്. ഹോർമോൺസ് എങ്ങനെ നമ്മുടെ ഒരു CHDയെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ഹോർമോൺ ആണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ഈസ്ട്രോജനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജന്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനാണ്. അത് ആത്രോസ്ക്ലീറോസിസിൽ, CHD, സ്ട്രോക്ക്, പെരിഫറൽ വാസ്കുലർ ഡിസീസും ഇതിലേക്കൊക്കെ നയിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഈസ്ട്രോജന്റെ അളവ് കൂടിയാലും ഇത്തരത്തിൽ CHDക്കുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് A പേഴ്സണാലിറ്റി ആണ്. ഈ ടൈപ്പ് A പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരിൽ കൊറോണറി ഹാർട്ട് ഡിസീസിനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ടൈപ്പ് A പേഴ്സണാലിറ്റിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കോമ്പറ്റിറ്റീവ്, റെസ്റ്റ്ലെസ്നെസ്, ഹോസ്റ്റൈലിറ്റി, ഇംപേഷ്യൻസ്. ഒരു മത്സര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള അസ്വസ്ഥതകളും എന്താ പറയുന്ന ഒരു അക്ഷമരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത്തരത്തിൽ ഉള്ള ആൾക്കാരിൽ കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. അപ്പം ആൽക്കഹോളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 75 ഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആൽക്കഹോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊറോണറി ഹാർട്ട് ഡിസീസിലേക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടറാണ്. ഓൾറെഡി നമുക്ക് അറിയാം ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ തന്നെയാണ്. അത് തന്നെ നമ്മൾ ഡെയിലി ഒരു 75 ഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസിലേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യല്ലോ. അപ്പം ആ ഒരു ഓറൽ പിൽസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റോളിക് BP അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP കൂടുന്നതിന് കാരണമാവുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ കൂട്ടുന്നു. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ആണ്. അപ്പം കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ പിന്നീട് കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതിൽ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. ഇനി റിസ്ക് ഫാക്ടർ കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. റിസ്ക് ഫാക്ടർ പോലും ഡെവലപ്പ് ചെയ്തിട്ടില്ല, അതിനു മുന്നേ തന്നെ റിസ്ക് ഫാക്ടർ മാനേജ് ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോവൽ അപ്രോച്ച് ഇൻ പ്രിവെൻഷൻ ഓഫ് CHD. നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ പ്രിവെൻഷനിലെ ഒരു നോവൽ അപ്രോച്ച്, ഒരു പുതിയ അപ്രോച്ച് ആണ് ഈ ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ പ്രിവെന്റിംഗ് എമർജൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് CHD റിസ്ക് ഫാക്ടേഴ്സ്.
നമ്മുടെ കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സിന്റെ സ്പ്രെഡ് തടയുന്ന അല്ലെങ്കിൽ അതിന്റെ എമർജൻസി തന്നെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രഡീഷണൽ ഈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യും. ഇപ്പൊ പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ കൂടുതലും ഈറ്റിംഗ് പാറ്റേൺസ് നോക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണല്ലോ നമ്മൾ ഫാറ്റ് എന്താ പറയാ ഫാറ്റി ആയിട്ടുള്ള ഫുഡും സോൾട്ടി ആയിട്ടുള്ള ഫുഡും ഒക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ട്രഡീഷണൽ ഈറ്റിംഗ് പാറ്റേൺ ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസീസസ് ഒക്കെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ കറക്റ്റ് ആയിട്ട് ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ എടുത്ത് അപ്പൊ ആ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ പ്രിസർവ് ചെയ്യുവാണെങ്കിൽ ഇത്തരത്തില് കൊറോണറി ഹെർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള എന്ന് വെച്ചാൽ അതിന്റെ റിസ്ക് ഫാക്ടർ പോലും വരാനുള്ള ചാൻസ് കുറയ്ക്കാം. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നതും ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ച് ആണ്. ഓൾറെഡി നമുക്കറിയാം ഒരു സിംഗിൾ റിസ്ക് ഫാക്ടർ അല്ല നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനുള്ളത്, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എല്ലാം ഫോക്കസ് ചെയ്താലേ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ ഇതിന്റെ പ്രിവെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ അപ്രോച്ച് ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ എമർജ് ചെയ്യുന്നത് തന്നെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഈറ്റിംഗ് പാറ്റേൺസും ലൈഫ് സ്റ്റൈലും ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഇനി ഈ പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് റിസ്ക് ഫാക്ടർ ഇന്റർവെൻഷൻ ട്രയൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസ് ആണ്. കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഈ സ്റ്റഡീസിന്റെ പേരുകൾ ഓർത്തു വെച്ചിരിക്കുക. ഫ്രെമിംഗ്ഹാം ഹെർട്ട് സ്റ്റഡി, സ്റ്റാൻഫോർഡ് ഹെർട്ട് ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാം ഇൻ കാലിഫോർണിയ, the North Karelia project in Finland, the Oslo study, the multiple risk factor intervention trial in USA, the lipid research clinic study. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ മനസ്സിലാക്കുന്നതിനും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് കുറച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു 6 സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 6 റിസ്ക് ഫാക്ടർ ഇന്റർവെൻഷൻ ട്രയൽസിന്റെ പേരുകൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. ഈ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് CHDയുടെ റിസ്ക് ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. നമുക്ക് റിസ്ക് ഫാക്ടർ വന്നു പക്ഷെ ഡിസീസ് ആയിട്ടില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിൽ ഡിസീസിലേക്ക് പോകാതെ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് പ്രൈമറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൈമറി പ്രിവെൻഷനിൽ തന്നെ നമ്മൾ പോപ്പുലേഷൻ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റിസ്ക് സ്ട്രാറ്റജി ഉണ്ട്. പോപ്പുലേഷൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോൾ പോപ്പുലേഷന് അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഹൈ റിസ്ക് ലോ റിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ടോട്ടൽ പോപ്പുലേഷനെ അങ്ങ് എടുക്കുകയാണ്, അവരിൽ പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിലെ ഫസ്റ്റ് വൺ, ഇതൊരു മാസ് അപ്രോച്ച് ആണ്, ഫോക്കസിങ് മെയിൻലി ഓൺ ദ കൺട്രോൾ ഓഫ് അണ്ടർലൈങ് കോസസ് ഇൻ ഹോൾ പോപ്പുലേഷൻ. നമ്മൾ ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ എടുത്തിട്ട് ഈ ഒരു ഡിസീസ് വരാനുള്ള കാരണം എന്താണ് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഹോൾ പോപ്പുലേഷനിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരുന്നോ അതിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ടു ഷിഫ്റ്റ് ദ ഹോൾ റിസ്ക് ഫാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബയോളജിക്കൽ നോർമാലിറ്റി. ഇപ്പോ നിലവില് എന്ത് റിസ്ക് ഫാക്ടർ ആണോ ഉള്ളത് അതിനെ ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എയിം എന്ന് പറയുന്നത്. ഇതൊരു ത്രെറ്റ് ആവാതെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളൊരു ബയോളജിക്കൽ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആക്ടിവിറ്റീസ്, അതാണ് പ്രൈമറി പ്രിവെൻഷനിലുള്ള ഈ ഒരു പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് ഒരു ഓവറോൾ മോർട്ടാലിറ്റി കുറച്ചെടുക്കാനും സാധിക്കും. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫ് ബയോളജിക്കൽ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസേ അവിടെ ഇല്ല. അങ്ങനെ നമുക്ക് അതുമൂലം ഉണ്ടാകുന്ന ഡെത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും.
ഇതാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഇതിൽ തന്നെ നമ്മുടെ പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ് സ്പെസിഫിക് ഇന്റർവെൻഷൻസ്. ഓരോ കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ചെയ്യാം എന്നുള്ളതാണ് സ്പെസിഫിക് ഇന്റർവെൻഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറ്ററി ചേഞ്ചസ് ആണ്. നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം കൊറോണറി ഹെർട്ട് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് താഴോട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ഫാറ്റ് ഇൻടേക്ക് ടു 20-30% ഓഫ് ടോട്ടൽ എനർജി ഇൻടേക്ക്. നമ്മൾ ഒരു ദിവസം ടോട്ടലി എടുക്കുന്ന എനർജിയുടെ ഏകദേശം 20-30% മാത്രമേ ഫാറ്റ് ആവാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടല്ലോ, അതിന്റെ അളവെന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഇൻടേക്കിന്റെ ലെസ് ദാൻ 10% ആയിരിക്കണം. ഫാറ്റിന്റെ കാര്യത്തിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് റിസ്ക് ഉണ്ടാക്കുന്ന ഒരെണ്ണമാണ്. അപ്പൊ അതിന്റെ ഇൻടേക്ക് ടോട്ടൽ എനർജി ഇൻടേക്കിന്റെ ലെസ് ദാൻ 10% ആയിരിക്കണം. പിന്നെ കൊളസ്ട്രോൾ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 കിലോ കലോറി പെർ ഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 100 mg മാത്രമേ ആവാൻ പാടുള്ളൂ. പിന്നീട് നമ്മുടെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ കൂട്ടാനായിട്ട് നോക്കുക. അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഉപയോഗം കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ കൺസംഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ്. അത് നമുക്ക് CHD ഉണ്ടാക്കാനുള്ള ചാൻസ് കുറയ്ക്കും. പിന്നീട് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സോൾട്ട് ഇൻടേക്ക്. ഓക്കെ, സോൾട്ട് ഇൻടേക്ക് നമ്മൾ ഡെയിലി ഒരു 5 ഗ്രാമിൽ താഴെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം സോൾട്ടിന്റെ ഇൻടേക്ക് ഒക്കെ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഹൈപ്പർ ടെൻഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണല്ലോ. അപ്പോൾ ആ ഒരു സോൾട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത് 5 ഗ്രാമിൽ താഴെയാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഡയറ്ററി ചേഞ്ചസ് നമ്മുടെ കാര്യത്തിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ എനർജി ഇൻടേക്കിന്റെ 20-30% ആക്കുക ഫാറ്റ്, ടോട്ടൽ എനർജി ഇൻടേക്കിന്റെ ലെസ് ദാൻ 10% മാത്രം ആക്കുക സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ഇൻടേക്ക്. പിന്നീട് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1000 കിലോ കലോറി പെർ ഡേ എടുക്കുവാണെങ്കിൽ അതിൽ 100 mg ലെവലൊക്കെ ആക്കുക. പിന്നീട് നമ്മുടെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ് ഇതൊക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കുക. ആൽക്കഹോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സോൾട്ടിന്റെ ഇൻടേക്ക് ഒരു ഡെയിലി ഒരു ലെസ് ദാൻ 5 ഗ്രാം ആക്കി നിർത്തുക. ഇതാണ് നമ്മൾ ഡയറ്ററി ചേഞ്ചസിന്റെ കാര്യത്തിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ റിസ്ക് ഫാക്ടർ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രിവെൻഷൻ ലെവലിൽ നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് സ്മോക്ക് ഫ്രീ സൊസൈറ്റി ആണ്. ആരും സ്മോക്ക് ഫ്രീ ആയിട്ട് ആരും ഉപയോഗിക്കാത്ത രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസും കോട്ട്പ പോലെയുള്ള ആക്റ്റും പബ്ലിക് പ്ലേസസിൽ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. IEC ആക്ടിവിറ്റീസ് മാക്സിമം നമ്മളെ പീപ്പിളിനെ അവെയർ ചെയ്ത് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കാരണം CHD എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് കാരണം മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവരെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാംസ്, ഇത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുക. നോ സേഫർ സിഗരറ്റ്, അതൊരു കോൺസെപ്റ്റ് ആണ്. ഒരു സിഗരറ്റും സേഫ് അല്ല. ഈ ഒരു കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് അവെയർ ചെയ്യും, മാക്സിമം അവരെ അവെയർ ആക്കുക. ഒരു സിഗരറ്റും സേഫ് അല്ല എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് ലെവലിൽ സ്മോക്കിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്മോക്ക് ഫ്രീ സൊസൈറ്റിയാണ് നമ്മുടെ ഗോൾസ്. അതിനായിട്ടുള്ള ലോസ് കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക, IEC ആക്ടിവിറ്റീസ്, സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ നോക്കുക. നോ സേഫർ സിഗരറ്റ്, ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് ബ്ലഡ് പ്രഷർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പർ ടെൻഷൻ ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ ഒരു മീൻ BP ലെവലില്, നമ്മുടെ ഒരു നോർമൽ ലെവലില് ബ്ലഡ് പ്രഷർ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതും ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വെയിറ്റ് കൺട്രോളും നോക്കണം. ഇപ്പം ഈ പ്രൂഡന്റ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോൾട്ട് ഇൻടേക്ക് ഒക്കെ കുറയ്ക്കുക, ആൽക്കഹോൾ ഇൻടേക്ക് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഡയറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ് ഇവിടെ പ്രൂഡന്റ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ച് ആണ് ബ്ലഡ് പ്രഷറിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്.
ഇനി അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. അത് ഓൾറെഡി നമ്മൾ എല്ലായിടത്തും പറഞ്ഞ പോലെ തന്നെ മാക്സിമം റെഗുലർ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ സ്പെസിഫിക് ഇന്റർവെൻഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പ്രൈമറി പ്രിവെൻഷനിൽ തന്നെ പോപ്പുലേഷൻ സ്ട്രാറ്റജി മാത്രമല്ല ഹൈ റിസ്ക് സ്ട്രാറ്റജി ഉണ്ടെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ റിസ്ക് സ്ട്രാറ്റജിയിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ഹൈ റിസ്കിലാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഒരു പോപ്പുലേഷനെ അല്ല എടുക്കുന്നത്. അവിടെ റിസ്ക് ഉള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പം മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടറോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഹോൾ പോപ്പുലേഷനെ നമ്മൾ എടുക്കുവാണ്. പക്ഷെ ഇവിടെ നോക്കിയാലോ, നമ്മൾ റിസ്ക് ഉള്ള ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് അവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഐഡന്റിഫൈങ് ദ റിസ്ക്. റിസ്ക് ഫാക്ടർ ഉള്ള അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. അവരുടെ ഫാമിലി ഹിസ്റ്ററി വെച്ച്, സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാര്, ഡയബറ്റിസ് ഉള്ള ആൾക്കാര്, ഒബീസിറ്റി ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ കറന്റ് ഇപ്പൊ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാര്, ഇങ്ങനെയുള്ള റിസ്ക് വരാൻ ചാൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കൊറോണറി ഹെർട്ട് ഡിസീസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അവർക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയാണ് നമ്മൾ ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. ഇതും മറ്റേതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ച് തന്നെയാണ്. BP കൺട്രോൾ ആക്ടിവിറ്റീസും സ്മോക്കിംഗ് സെസേഷനുള്ള കാര്യങ്ങളും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡയറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മാക്സിമം നമ്മൾ ആ റിസ്ക് ഫാക്ടേഴ്സിനെ കുറച്ചു കൊണ്ടുവരാനാണ് ഇവിടെയും നോക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഹൈ റിസ്കിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരിലാണ് ഈ ഒരു അപ്രോച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കാര്യത്തിൽ ഈ ഒരു ഹൈ റിസ്ക് സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ ഹാഫ് ഓഫ് ദ CHD കേസസ് ഒക്കർ ഇൻ ദോസ് ഹു ആർ നോട്ട് അപ്പാരന്റ്ലി അറ്റ് സ്പെഷ്യൽ റിസ്ക്. ഇപ്പൊ നമ്മൾ ഇവിടെ റിസ്ക് ഉള്ള ആൾക്കാരെ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ ഒരു CHDയുടെ കേസിന്റെ ഒരു പകുതിയിൽ കൂടുതലും ഇങ്ങനെ സ്പെഷ്യൽ റിസ്ക് ഇല്ലാത്ത ആൾക്കാരിലാണ്. നമ്മൾ ഇപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസ്ക് ഇല്ലാത്ത ആൾക്കാരിലും ഈ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റന്റ് പീരീഡ് വളരെയധികം കൂടുതലാണ്. ഡിസീസ് വന്നു കഴിഞ്ഞാലോ അതിന്റെ സിംറ്റംസ് ഒക്കെ വരാനായിട്ട് ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ നമ്മൾ റിസ്കിലുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിസ്കിൽ ഇല്ലാത്ത ആൾക്കാരിൽ ഈ ഒരു ഡിസീസ് ഓൾറെഡി ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ ഒരു മിസ്സിംഗ് ചാൻസ് ആണ്. ഇത് വരാൻ ചാൻസ് ഉള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പം പോപ്പുലേഷൻ സ്ട്രാറ്റജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റിസ്ക് സ്ട്രാറ്റജിയുടെ ഒരു ലിമിറ്റേഷൻ ആണ് ഈ ചാൻസ് ഓഫ് മിസ്സിംഗ് എന്ന് പറയുന്നത്, ആൾക്കാരെ മിസ്സിംഗ് ആവുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രൈമറി പ്രിവെൻഷൻ ലെവലിൽ നമുക്ക് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഡിസീസ് വന്നു, ഇനി നമുക്ക് ഇയർലി ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നത്. ഇയർലി ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് സ്ക്രീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ വെക്കാം. അപ്പം സ്ക്രീനിങ് വെച്ച് ആൾക്കാരെ നേരത്തെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാനേജ്മെന്റിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് ദ റെക്കറൻസ് ആൻഡ് പ്രോഗ്രഷൻ ഓഫ് CHD. ഓക്കെ, കൊറോണറി ഹെർട്ട് ഡിസീസിന്റെ പ്രോഗ്രഷൻ തടയാനോ അല്ലെങ്കിൽ അത് പിന്നീട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിസിൻസ് അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്ത് ആ ഒരു മൊത്തത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡ്രഗ്സും സർജറിയും ഒക്കെയാണ് നമ്മൾ ഒരു സെക്കൻഡറി പ്രിവെൻഷനിൽ ചെയ്യുന്നത്. ഡ്രഗ് ട്രയൽസിൽ CHDയുടെ കാര്യത്തിൽ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർജറീസ് ആണ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, ഈ പറയുന്ന സർജറി ഒക്കെ നമുക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാക്സിമം നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് റെഡ്യൂസ് ഫർദർ റിസ്ക്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്രത്തോളം ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു അത്രത്തോളം പിന്നീട് റിസ്ക് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ മാനേജ് ചെയ്യുവാണ്, കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.
പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്കും ഡെത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതാണ് സെക്കൻഡറി പ്രിവെൻഷന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഇയർലി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പിന്നീട് ഇത് വരാനും അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്ത് കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാനുമാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഡ്രഗ്സും പിന്നെ സർജറീസും ആണ് ചെയ്യുന്നത്. ഡ്രഗിന്റെ കാര്യത്തിൽ ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സർജറീസിന്റെ കാര്യത്തിലാണെങ്കിൽ CABG PTCA ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസും കുറവായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊറോണറി ഹേർട്ട് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ നോക്കിയത് കാർഡിയോവാസ്കുലർ ഡിസീസസും കൊറോണറി ഹേർട്ട് ഡിസീസും ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസസിൽ വരുന്ന ഒരെണ്ണമാണ് ഈ ഒരു കൊറോണറി ഹേർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. നമ്മൾ ആദ്യം മുതൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും പ്രസന്റേഷൻസ് ആണെങ്കിലും റിസ്ക് ഫാക്ടർ ആണെങ്കിലും പ്രിവെൻഷൻ ആണെങ്കിലും ഓരോന്നും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത്രയുമാണ് CHD കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വിച്ച് ഡിസീസ് ഈസ് നോൺ ആസ് ദ മോഡേൺ എപ്പിഡമിക്? മോഡേൺ എപ്പിഡമിക് എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A. ഹൈപ്പർ ടെൻഷൻ, B. ഡയബറ്റിസ്, C. കൊറോണറി ഹേർട്ട് ഡിസീസ്, D. സ്ട്രോക്ക്. ഇപ്പൊ നമ്മള് CHD പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറോണറി ഹേർട്ട് ഡിസീസിന് പറയുന്ന മറ്റൊരു പേരാണ് മോഡേൺ എപ്പിഡമിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ C ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് ഹേർട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? വേൾഡ് ഹേർട്ട് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A മാർച്ച് 29, B സെപ്റ്റംബർ 29, C മെയ് 28, D നവംബർ 28. അപ്പോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ B ആണ്, സെപ്റ്റംബർ 29 ആണ്. അപ്പോ ഈ വർഷത്തെ 2025 വേൾഡ് ഹേർട്ട് ഡേയുടെ തീം എന്ന് പറയുന്നത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സെപ്റ്റംബർ 29 ആണ് വേൾഡ് ഹേർട്ട് ഡേ. അതിന്റെ തീം എന്ന് പറയുന്നത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽസ് അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD ഈസ്? ഇപ്പൊ നമ്മൾ കൊറോണറി ഹേർട്ട് ഡിസീസിന്റെ കാര്യത്തിൽ ഒരു സിംഗിൾ ടെസ്റ്റ് യൂസ് ചെയ്ത് ആ ആൾക്ക് CHD വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A ഹൈപ്പർ ടെൻഷൻ, B ഡയബറ്റിസ്, C ഒബീസിറ്റി ആൻഡ് D സീറം കൊളസ്ട്രോൾ. അപ്പോ CHD പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ A ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ആണ് ആ ഒരു സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ലെവൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് CHD? കൊറോണറി ഹേർട്ട് ഡിസീസുമായിട്ട് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A VLDL, ഓപ്ഷൻ B HDL, ഓപ്ഷൻ C സീറം കൊളസ്ട്രോൾ, ഓപ്ഷൻ D LDL. അപ്പം ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഓപ്ഷൻ D LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതാണ് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് CHD ആയിട്ട്. ഓക്കെ, ഇതില് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റിസ്ക് ഓഫ് CHD 2 to 3 times ഹയർ ഇൻ ഡാഷ്? ഏതിലാണ് CHD 2 to 3 times ഹയർ ആയിട്ട് ഉള്ളത്? ഓപ്ഷൻ A ഡയബറ്റിസ്, ഓപ്ഷൻ B ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ C സ്ട്രോക്ക്, ഓപ്ഷൻ D RHD. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയബറ്റിസ് പേഷ്യൻസിലാണ് നമ്മുടെ കൊറോണറി ഹേർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് 2 to 3 times ഹയർ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ഡയബറ്റിസ് ആണ്. ക്വസ്റ്റ്യൻ 6, റെക്കമെൻഡഡ് ഡെയിലി സോൾട്ട് ഇൻടേക്ക് ആസ് പെർ WHO? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതനുസരിച്ച് ഡെയിലി സോൾട്ട് ഇൻടേക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A മോർ ദാൻ 10 gram ഡെയിലി, ഓപ്ഷൻ B ലെസ് ദാൻ 3 gram ഡെയിലി, ഓപ്ഷൻ C മോർ ദാൻ 15 gram ഡെയിലി, ഓപ്ഷൻ D ലെസ് ദാൻ 5 gram ഡെയിലി. ഇപ്പോ നമ്മള് ഡയറ്റ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ലെസ് ദാൻ 5 gram ആയിരിക്കണം. ദിവസം 5 ഗ്രാമിൽ താഴെ ആയിരിക്കണം നമ്മുടെ സോൾട്ടിന്റെ ഇൻടേക്ക്. അപ്പോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ D
ലെസ് ദാൻ 5 gram ഡെയിലി എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 2 മാർക്ക്, 5 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംറ്റംസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാർഡിയോവാസ്കുലർ ഡിസീസസിലുള്ള ഒരു 3 ഡിസീസസിന്റെ സിംറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് വേണമെങ്കിലും വരാം. അത് നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രസന്റേഷൻസ് ഓഫ് CHD. അപ്പം 5 രീതിയിൽ നമുക്ക് CHD പ്രസന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തത് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് കൊറോണറി ഹെർട്ട് ഡിസീസ്. നമ്മുടെ CHDയുടെ റിസ്ക് ഫാക്ടേഴ്സ് മൊത്തത്തിൽ നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ നാലാമത്തത് പ്രിവെൻഷൻ ഓഫ് CHD. കൊറോണറി ഹെർട്ട് ഡിസീസ് ഏത് രീതിയിൽ പ്രിവെന്റ് ചെയ്യാം. പ്രൈമോഡിയൽ പ്രിവെൻഷനും പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് എസ്സേ ആയിട്ട് ടോട്ടലി കംപ്ലീറ്റ്ലി റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഓഫ് CHD. കൊറോണറി ഹെർട്ട് ഡിസീസ് മൊത്തത്തിൽ ഒരു എസ്സേ ആയിട്ട് എഴുതാനും നമുക്ക് ചോദിക്കാവുന്നതാണ് 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്ത്, അതേപോലെ തന്നെ CHDയുടെ ഡെഫിനിഷൻ, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങള്, അതിന്റെ പ്രോബ്ലം, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ പ്രിവെൻഷൻ, ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് 15 മാർക്ക് എസ്സേ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.